എറണാകുളം കോട്ട പൊതുവെ CPM-ന് അപ്രാപ്യമാണ്. UDF-ന്റെ കുത്തക മണ്ഡലങ്ങളാണ് എറണാകുളത്ത്. 14 നിയോജക മണ്ഡലങ്ങൾ എറണാകുളത്ത് ഉണ്ട്. ഇത്തവണ പല UDF-ന്റെ പല കുത്തക മണ്ഡലങ്ങളും തകർക്കാനുള്ള ശ്രമത്തിലാണ് CPM. 14-ൽ 9 CPM മത്സരിക്കുന്നത്. മൂവാറ്റുപുഴയിലും പരവൂരും CPI മത്സരിക്കുന്നു. അങ്കമാലിയിൽ JDS മത്സരിക്കുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ മാണി ഗ്രൂപ്പ് മത്സരിക്കുന്നു. എന്തായാലും എറണാകുളം പിടിക്കാൻ ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPM ഇറക്കിയിരിക്കുന്നത്. ആലുവ KJ റിയാസാണ്, ബിസിനസ്സുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ KJ റിയാസാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് KJ റിയാസ്. പൊതുസമ്മത സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. എറണാകുളത്ത് UDF-ന്റെ കോട്ടയായ, കോൺഗ്രസിൻ്റെ കോട്ടയായ എറണാകുളത്ത് സംവിധായകൻ സോഹൻ സീലുലാലാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. തൃക്കാക്കര UDF-ന്റെ മറ്റൊരു കോട്ടയായ തൃക്കാക്കര റോൺ സെബാസ്റ്റ്യനാണ് CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. അവിടെ ഉമാ തോമസാണ് നിലവിലെ MLA. കുന്നത്തുനാട് നിലവിലെ MLA ആയ PV ശ്രീനിജൻ മത്സരിക്കും. തൃപ്പൂണിത്തുറയിൽ വൈപ്പിൻ MLA ആയ KN ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. കളമശ്ശേരിയിൽ P രാജീവ് തന്നെ മത്സരിക്കും. വൈപ്പിനിൽ KJ ഷൈൻ ടീച്ചറാണ് CPM സ്ഥാനാർത്ഥി. നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് KJ ഷൈൻ ടീച്ചർ. കൊച്ചിയിൽ നിലവിലെ MLA KJ മാക്സി തന്നെ മത്സരിക്കും. കഴിഞ്ഞ തവണ KJ മാക്സി പരാജയപ്പെടുത്തിയത് UDF-ലെ കരുത്തനായ ടോണി ചമ്മണിയാണ്. കോതമംഗലത്ത് ആന്റണി ജോൺ മത്സരിക്കും. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുംപുറത്തെയാണ് 6605 വോട്ടുകൾക്ക് ആന്റണി ജോൺ പരാജയപ്പെടുത്തിയത്. തങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി തന്നെയാണ് CPM ഇത്തവണ എറണാകുളത്ത് അംഗത്തിന് ഇറങ്ങുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും ജനങ്ങൾക്കിടയിൽ നല്ല ആഴത്തിലുള്ള വേരോട്ടമുണ്ട്. CPM-ന് പിടികൊടുക്കാത്ത മണ്ഡലങ്ങളാണ് ആലുവയും എറണാകുളവും തൃക്കാക്കരയും ഒക്കെ. അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ CPM പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവിടെ എറണാകുളത്ത് ചില സീറ്റുകളിൽ ധാരണയായില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ എറണാകുളത്തെ സീറ്റുകളിൽ ധാരണ ആയിരിക്കുന്നു. പറവൂരിൽ VD സതീശനെ നേരിടാൻ എത്തുന്നത് ET ടൈസൺ മാസ്റ്ററാണ്. കയ്പമംഗലം MLA ആയ TC ടൈസൺ മാസ്റ്റർ പറവൂരിൽ എത്തുമ്പോൾ സതീശന് അതത്ര ഈസി വാക്ക് ഓവർ ആകില്ല, അത് ഉറപ്പാണ്. എന്തായാലും മൂവാറ്റുപുഴയും പറവൂറും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPI ഇറക്കിയിട്ടുള്ളത്. അങ്കമാലിയിൽ JDS ആരെയാണ് ഇറക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൻ്റെ മൂർധന്യത്തിൽ നടക്കുകയാണ്. എന്തായാലും തങ്ങൾ മത്സരിക്കുന്ന CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കഴിഞ്ഞു CPM. അങ്ങനെ എറണാകുളത്ത് CPM-ന് സ്ഥാനാർത്ഥികൾ ആയി. ഇനി തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ്. എറണാകുളത്ത് വലിയൊരു വിജയം CPM പ്രതീക്ഷിക്കുന്നു. UDF-ന്റെ കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു തകർക്കാനുള്ള സ്ഥാനാർത്ഥികളെയാണ് CPM ഇറക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശക്തരായ സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികളെ തന്നെ CPM അംഗത്തിന് നിയോഗിച്ചിരിക്കുന്നു.